അപ്പൊ എന്താണ് ഒരു ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ധാരണ എന്താണ്? ധാരണ കുറേയധികം കാര്യങ്ങൾ പ്ലാനിങ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടീമില് എല്ലാ ഇപ്പൊ എനിക്കിപ്പോ LOB എല്ലാ ലെഗിലും തന്നെ ഇപ്പൊ 3-4 ലെഗില് LOB എന്ന് പറയുന്നത് ഈ ബിസിനസിന്റെ മർമ്മം നട്ടൽ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നവർക്ക് പൈസ കിട്ടണമെങ്കിൽ LOB വേണം. ഇപ്പൊ ടീമില് എല്ലാ വ്യക്തികൾക്കും LOBയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. കാരണം നമ്മളിപ്പോ തുടങ്ങിയിട്ടുള്ളൂ, പലരും ഇപ്പൊ വന്നൊക്കെ ബിസിനസ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഈ LOBയിലേക്ക് ടീമിലെ ആളുകൾ എത്തിച്ചാൽ തന്നെ അവർക്കൊരു സാമ്പത്തികമായിട്ടുള്ള സേഫ്റ്റി വരും. അപ്പൊ അതാണ് ആദ്യത്തെ ലക്ഷ്യം. അപ്പൊ LOB എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കാർഫണ്ടിലേക്ക് എത്തിക്കുക, അതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനുശേഷം ആ ഒപ്പം തന്നെ അവരെ 1 ലാഖിലേക്ക് എത്തി. എനിക്ക് 5 ലക്ഷം രൂപ വേണമെങ്കിൽ എന്റെ ടീമിലുള്ള 5 പേർക്ക് 1 ലക്ഷം വെച്ച് വാങ്ങിച്ചു കൊടുത്താൽ മതി എന്ന് ഈ പ്ലാനിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ടീമിലുള്ള ആൾക്കാർക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുത്താൽ എനിക്ക് 10 ലക്ഷം വേണമെങ്കിൽ 10 പേർക്ക് 1 ലക്ഷം വെച്ച് ഉണ്ടാക്കി കൊടുത്താൽ എനിക്ക് 10 ലക്ഷം കിട്ടും. അപ്പം അതാണ് അടുത്ത പ്ലാൻ. അപ്പം ടീമിലെ എല്ലാ ആൾക്കാരെയും ഇപ്പൊ നമ്മള് വാഹനം എടുക്കുമ്പോൾ ടീമിലെ ആൾക്കാരെ കണ്ടും ആ ഒപ്പം വാഹനം അടുപ്പിക്കുക. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് LOB. അത് ഇവിടെ ഇരിക്കുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ലീഡർഷിപ്പ് ഓൾറെഡി ബോണസിലേക്ക് എത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇവിടെ നിങ്ങൾക്ക് 10,000 5,000 കിട്ടുന്ന നല്ല ബിസിനസ് ആ ഒരു വോളിയം ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ടീമിലെ ഒരു വ്യക്തിക്ക് അത് വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്കും സക്സസ് ആവാൻ പറ്റുന്നത്. അപ്പൊ ടീമിലെ മാക്സിമം ആൾക്കാർക്ക് LOB എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് 6 പേരുണ്ടെങ്കിൽ ഈ 6 പേർക്കും 6 പേരെ LOB ഉണ്ടാക്കി കൊടുക്കുക. അതാണ് നമുക്ക് ബോഡികൾ ഉണ്ടാക്കാൻ പറ്റുന്ന സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതില് പൈസ ഇരിക്കുന്ന LOBയിലാണ്. കമ്പനി കൊടുക്കുന്ന മേജർ വരുമാനം, അതായത് ഒരു ലീഡർക്ക് അല്ലെങ്കിൽ ഒരു ഇൻകം ആയിട്ട് കൊടുക്കുന്നതിൽ ഒരു മേജർ ഷെയർ വരുന്നത് LOBയിലാണ്. ആ LOB കിട്ടുന്നതിന് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ മതി, കിട്ടും. പക്ഷെ അത് ആ ലക്ഷ്യം വെച്ചാൽ മാത്രമേ നമുക്കത് എത്താനായിട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടെ വരുന്ന ആൾക്കാർക്കും അത് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നുണ്ടായിരിക്കും, അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കും. അത് വളരെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ കാർ മേടിപ്പിക്കുന്നു, കാറുകൾ മേടിപ്പിക്കുന്നു, അതും ഒരു വലിയൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം ട്രിപ്പുകൾ വരുന്നുണ്ട്. ആ ട്രിപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വിദേശ ട്രിപ്പ് നേരത്തെ പോയിട്ടുണ്ടെങ്കിലും ഒരു ആഡംബര കപ്പലില് ട്രിപ്പ് പോകാൻ പോകുന്നത് ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇപ്പൊ ഈ വരുന്ന ഫെബ്രുവരി 4-ാം തീയതി നമ്മള് വലിയൊരു ട്രിപ്പ് പോവാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും സന്തോഷം ഇന്ത്യയിലുള്ള മുഴുവൻ വലിയ ലീഡേഴ്സും വരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അവരെല്ലാം 2-4 ദിവസം ഒന്നിച്ച് കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നു. പിന്നെ എല്ലാവരും ആഗ്രഹമാണല്ലോ, അപ്പൊ വിമാനത്തെ കയറുന്ന ആഗ്രഹമുള്ളവരുണ്ട്, കപ്പലേ കയറുന്ന ആഗ്രഹമുണ്ടോ, എല്ലാവർക്കും സാധിക്കാറില്ല. അപ്പം ഫെസ്റ്റിവലിലൂടെ പോകുമ്പോൾ ഇപ്പൊ സുധീഷ് പറയുമ്പോൾ ആരാന്റെ സദ്യക്ക് വിളമ്പാൻ പോയി കഴിഞ്ഞാൽ നല്ല സുഖാന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ ചെന്ന് കയറിയിരുന്നാൽ മതി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സ് മാത്രം മതി. ആ ഡ്രസ്സ് ഇട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ കൊച്ചി എയർപോർട്ട് ആണെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും അറിയണ്ട, എല്ലാ കമ്പനി ചെയ്യും. ഇപ്പൊ വെസ്റ്റീജ് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ മാനേജ്മെന്റും സിസ്റ്റം ഒക്കെ വെച്ച് ഞാനിപ്പോ ആദ്യമായിട്ട് വെസ്റ്റീജ് ടൂർ പോകുന്നത് വളരെ ഗംഭീരമായിരിക്കും. കാരണം ഞാൻ നേരത്തെ ഒരു കമ്പനിയിൽ ഒരു ട്രിപ്പ് പോയ സമയത്ത് ദുബായിൽ വെച്ച് അവിടുത്തെ ഈ ഏജന്റ് ആൾക്കാരെ വണ്ടിയിൽ കൊണ്ടുവന്ന് അവര് പറഞ്ഞു, അയ്യോ വെസ്റ്റീജുകാർ വന്നിട്ട് പോയോണ്ടായിരുന്നുള്ളൂ, എന്നാ ജനാർന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ഇത്ര ആൾക്കാർ വെസ്റ്റീജുണ്ട്. അന്ന് ഞാനിങ്ങനെ ഒരു ദിവസം കേട്ടു, പണ്ട് ഇപ്പോ ഒരു 8,000 പേരെയൊക്കെ ഒരു രാജ്യത്ത് ട്രിപ്പ് കൊണ്ടുപോകുന്ന കമ്പനി ലോകത്തിൽ അത് വെസ്റ്റീജിനെ മാത്രമേ സാധിച്ചെന്ന് ചിന്തിക്കുമ്പം ആ കപ്പൽ ട്രിപ്പ് ഞാനിപ്പോ ഇരിക്കുന്നത് ശരിക്കും ആ ഒരു കപ്പലിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഫെബ്രുവരി 4-ാം തീയതി എത്തുക എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ ഡേറ്റ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഈ വിഷയത്തിൽ സാമൂഹിക എന്താ പറയാനുള്ളത്? സന്തോഷം. അടുത്ത ടീം അംഗങ്ങളോടൊപ്പം പോകുന്നതിലാണ് കുറച്ചും കൂടെ ഒരു സ്പിരിറ്റ്. അപ്പം നെക്സ്റ്റ് ട്രിപ്പ് ടീമിനൊപ്പം അടിച്ചു പൊളിച്ചു പോകാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ ഒപ്പം ഞാനും ഉണ്ടാവും. വെരി ഗുഡ്. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം. ഇപ്പൊ ഇത്രയും സമയം ഏകദേശം ആവാറായിട്ട് ഇത്രയും സമയം നമ്മുടെ കൂടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് സമയം തരികയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഒരുപാട് സമയം സംസാരിക്കാനും എനിക്കറിയാം. എന്നിരുന്നാൽ പോലും നമ്മളെ സംബന്ധിച്ച് ഇത്രയും എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിച്ചതിൽ സന്തോഷം. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് സംസാരിക്കാനുണ്ട്? ഇപ്പൊ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോ 67 പേരുണ്ട്.
അതില് മെയിൻ ലീഡേഴ്സ് വെച്ച് ബാക്കിയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മൾ വലിയ ലിസ്റ്റ് ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഇത് പലരും ചെയ്യുന്നില്ല. നിങ്ങൾ ഫോൺ ചെയ്യുക, ഒരു ദിവസം ഒരു 10 പേരെങ്കിലും ഫോൺ ചെയ്യാൻ തയ്യാറാണ്. മിക്കവാറും ആൾക്കാർ എഴുന്നേറ്റ് ഇത് ചെയ്യുന്നില്ല. ഈ ബിസിനസ്സിൽ ഞാൻ അന്നും ഇന്നും ഈ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുക എന്നുള്ളത് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നു. അപ്പൊ അത് വെറുതെ സംസാരിക്കുമല്ല, എല്ലാ ദിവസവും ആൾക്കാരെ ഫോൺ ചെയ്യുക. നിങ്ങളുടെ ബുക്കിനകത്തിട്ട് പുതിയ പുതിയ ആൾക്കാരെ പേരെഴുതി ചേർക്കുക. പണ്ടൊക്കെ നമ്മൾ 100 പേരുടെ പേരെഴുതാൻ പറയുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ പണ്ട് കാലത്ത് ബുദ്ധിമുട്ടാണ്. ഇന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിലുണ്ട് 2000-3000 പേരെ ഫോൺ നമ്പർ. ഈ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന ഈ 3000 പേരുണ്ട്, അല്ലെ 1000 പേരുണ്ടെങ്കിൽ ഇവരെ ആരെയും നമ്മൾ പരിചയമില്ലാത്തവരല്ല, എല്ലാവരെയും നമുക്ക് പരിചയമുള്ളവരാണ്. ഇവരെ നിങ്ങൾ വിളിക്കുക എന്നുള്ളതാണ്. ഇത് മിക്കവാറും ഇപ്പൊ നമ്മളൊരാളെ വിളിച്ചപ്പോ, ഞാനിപ്പോ വെങ്കടേഷ് സാറിനെ വിളിച്ച് കുറെ വിശേഷങ്ങൾ ചോദിക്കുന്നു, സംസാരിക്കും. ഇപ്പൊ നമ്മൾ ഈ മേഖലയല്ലെന്ന് കൂട്ടുക. പക്ഷെ ഈ മേഖലയെ കുറിച്ച് പറയാനായിട്ട് വിളിക്കുമ്പോൾ പിന്നെ എനിക്ക് മുഴുവൻ വാക്കുകൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് പലർക്കും സംഭവിക്കുന്നത്. ഇത് മാറ്റണമെന്നില്ല. അതുവരെ വിളിച്ച് വിശേഷം ചോദിക്കാനും വർത്താനം പറയാനും ജോലി കാര്യങ്ങൾ സംസാരിക്കാനും അല്ലെ, അതൊന്നും ഒരു കുഴപ്പമില്ല. ഈ വെസ്റ്റീജിനെ കുറിച്ച് പറയാൻ വേണ്ടി വരുമ്പോ അവർ ഉള്ളിൽ നിന്ന് തീ കയറുമോ എന്തൊക്കെയോ പറഞ്ഞ് കാട്ടി കൂട്ടി സംഭവം ആരംഭാക്കും. അപ്പൊ നിങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് ആളുകളുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പഠിക്കുക കൃത്യമായിട്ട്. ഈ മേഖല ഞാൻ പണ്ടും പറയാറുണ്ട്, ഈ മേഖല നശിപ്പിച്ചിട്ടിരിക്കുക പല നെറ്റ്വർക്കും മണീച്ചേരും പരിപാടിയും വന്നു. ഇപ്പൊ പറയാനുള്ള ഇപ്പൊ അന്തരീക്ഷം ഒന്ന് ശാന്തമായി നിൽക്കുക കേട്ടോ. കുറെയൊക്കെ പൂട്ടിപ്പോയി, കുറെയൊക്കെ നിന്നി പോയി. ഇപ്പൊ ക്രിപ്റ്റോ കറൻസി ഇങ്ങനെയൊക്കെ എന്തെല്ലാം പരിപാടി നടന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഏകദേശം നിന്നിരിക്കുകയാണ്. ഇനി പുതിയത് വരും. പുതിയത് എവിടെയൊക്കെ തലപൊക്കുന്നുണ്ട്. ഈ തലപൊക്കുന്ന സമയം കൊണ്ട് നമ്മൾ തെളിയിച്ച് കാണിക്കുക, അതല്ല ശരി, ഇതാ ശരി. ആളുകൾക്ക് എങ്ങനെയാ വെച്ചാൽ രാവിലെ കല്യാണം കഴിച്ച് വൈകുന്നേരം കൊച്ചുണ്ടാവണം, ആ രീതിയിലുള്ള പരിപാടിക്കാണ് ആൾക്കാർ ഇറങ്ങിത്തിരിക്കും. അപ്പൊ അത് തെറ്റാന്നുള്ള കാര്യം ഇവരെ ബോധ്യപ്പെടുത്തുക, ഇവരെ എത്രയും സേഫ് ആയിട്ട് കൊണ്ടുപോകുക, അതിന് മാക്സിമം ആൾക്കാരെ എത്തിക്കുക. അപ്പോൾ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ അവയർനെസ് കൊടുക്കുക. പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അതൊക്കെ വന്നോളൂ. നമ്മൾ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് കൊടുത്ത് പോയി കഴിയുമ്പോൾ അപ്പൊ നമുക്കിവിടെ സംസാരിക്കാൻ നമ്മൾ മാത്രമല്ല, പ്രോഡക്റ്റ് സംസാരിക്കും. ഇനി എവിടെ പോയി എന്നാ കോടി ഉണ്ടാക്കിയാലും നല്ല സപ്ലിമെന്റ് കഴിച്ചില്ലേ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇന്നലെ ക്രിക്കറ്റ് കളിക്കാരൻ നവജോത് സിംഗ് സിന്ധുവിന്റെ വൈഫിന് ക്യാൻസർ ഉണ്ടായതിനെ കുറിച്ച് കേട്ടു. അപ്പൊ അദ്ദേഹം കഴിച്ച വൈഫിന് കൊടുത്ത പലതും നമ്മുടെ കമ്പനിയിലുണ്ട്. അപ്പൊ അവിടെ കുറുക്കുമിനുണ്ട്, ആര്യവേപ്പ്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളതല്ലേ. ഇത് മേടിച്ചു കഴിച്ചാൽ ഇപ്പൊ കോടികളുണ്ട്. ഇപ്പൊ മുകേഷ് അംബാനിയും സപ്ലിമെന്റ്, ഇപ്പൊ മുകേഷ് അംബാനി എടുക്കുന്ന തേയിലയുടെ 1 കിലോ തേയിലയുടെ വില 1 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അവരൊക്കെ ഹെൽത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ അതേ സമയത്ത് ഇവിടെ പ്രോട്ടീൻ പൗഡർ മേടിച്ച് ഉപയോഗിക്കണമെങ്കിൽ എന്നാ വില വരുന്നുള്ളൂ? നിസ്സാര വിലയേ വരുന്നുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ കാൽസ്യം ഇങ്ങനെ നിസ്സാര വിലയ്ക്ക് ഉൽപ്പന്നം കിട്ടുമ്പോൾ ഇത് വാങ്ങിച്ച് കഴിച്ചാൽ പോലും നമുക്ക് നമ്മുടെ പണി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ മേടിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ന് മിക്കവാറും വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ചെല്ലുമ്പോൾ ആ ടോയ്ലറ്റിൽ കയറാൻ പറ്റിയ ഞാൻ ആദ്യം നോക്കുന്നത് അവിടെ എന്നൊക്കെ ഇരിക്കണം. മിക്കവാറും ടോയ്ലറ്റിൽ ഇവിടെ ഹാർപ്പിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഈ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ കമ്പനിയിലെ സാധനങ്ങൾ വയ്ക്കുക. ഇപ്പൊ ഇവിടെ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പ്രവർത്തിച്ച കമ്പനി ഒരു പ്രോഡക്റ്റ് ഇവിടെ കാണും, കുറച്ചൊരു പ്രോഡക്റ്റും കാണില്ല. ഇപ്പൊ അരി സാധനം ഇപ്പൊ മേടിക്കാതിരിക്കാൻ പറ്റില്ല. അല്ലാതെയുള്ള കംപ്ലീറ്റ് സാധനം നമ്മൾ ഇതിന്റെ ആക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആത്മവിശ്വാസം കൂടുള്ളൂ. ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പൊ തവിടെണ്ണ ഞാൻ 6 കമ്പനിയുടെ ഉപയോഗിച്ചിട്ടുണ്ട്. 6 കമ്പനിയുടെ വെസ്റ്റീന്റെ തവിടെണ്ണ റൊക്കില്ല ഈ മറ്റൊരു കമ്പനിയുടെ. അപ്പൊ ആ എണ്ണ ഉപയോഗിച്ചാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരു വാഷിംഗ് പൗഡർ ഒരുപക്ഷെ മാർക്കറ്റിൽ ഈ വിലയ്ക്ക് ഒരു കമ്പനി ഇങ്ങനത്തെ പ്രോഡക്റ്റ് കൊടുക്കുന്നില്ല. ഇവിടെ ഇതിന്റെ ഈ സാധ്യതയൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ കംപ്ലീറ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സൗജന്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് എത്ര പേർക്കറിയാം? ഇത് ആരും ചിന്തിക്കുന്നില്ല. നിങ്ങൾ 10,000-25,000 പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചോ, നിങ്ങളുടെ LOB അച്ചീവറായ സൗജന്യമായി. LOB അച്ചീവറായ പ്രോഡക്റ്റ് ഫ്രീ ആയി നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടും? ഇപ്പൊ 10,000 അല്ലെങ്കിൽ 25,000 പ്രോഡക്റ്റ് മേടിച്ച് അത് ഫ്രീ ആണ് നമുക്ക്. കാരണം ഇവിടെ നമ്മൾ ഈ ചെയ്ത് വെക്കുന്ന അതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ മേടിച്ച് പല്ല് തേക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങൾ ചായ കുടിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ്. ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പിന്നെ കാലങ്ങൾ ഈ വരുമാനം വന്നുകൊണ്ടിരിക്കും. പിന്നെ അതുകൂടാണ്ട് വെസ്റ്റേജ് 4 മാസം മേടിച്ച് 1 മാസം ഫ്രീ തരുന്നു, വീണ്ടും 4 മാസം കഴിഞ്ഞ് 1 മാസം ഫ്രീ തരുന്നു, ഫ്രീ പ്രോഡക്റ്റ് വേറെ വരുന്നു. അല്ലാതെ തന്നെ നമ്മൾ ഫ്രീ ആണ്. പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത് മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങൾ ഇവിടെ പഠിക്കുന്നതാണ് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ആ ഷാമ്പു ഉപയോഗിച്ച് പഠിക്കുന്നതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് കാശ് തരുന്ന കമ്പനിയാണ്. അപ്പൊ ടേൺ ഓവർ ചെയ്ത് കാശ് തരുന്ന കാര്യമൊക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ടേൺ ഓവർ ചെയ്യുന്നതാണ് കാശ് തരുന്നത്, അല്ലാണ്ട് 2-9 ആർച്ചേർക്കുമ്പോഴല്ല കാശ് തരുന്നത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം, വെസ്റ്റീജ് ബിസിനസ് കേരളത്തിൽ ഒന്നും ആയിട്ടില്ല.
യെസ്. ഒന്നുമായിട്ടില്ല. ഇല്ല. ഒന്നുമായിട്ടില്ല. തുടങ്ങാൻ പോയിട്ടുള്ളൂ. ഇവിടെ വടി വെട്ടാൻ പോയിട്ടുള്ളൂ. ഇനി അടി തുടങ്ങാൻ പോകും. അതെ, അതാണ് പോയിന്റ്. അപ്പൊ എന്തായാലും ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ ആൾക്കാരുടെയൊക്കെ വിചാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ കഴിഞ്ഞു എത്ര കാലം, 20 വർഷമായിട്ടുള്ള കമ്പനിയല്ലേ, അപ്പൊ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്ത് കഴിഞ്ഞു? ഒന്നും കഴിഞ്ഞിട്ടില്ല. ശരിയായിട്ട് ഇനി തുടങ്ങാൻ പോണേ ഉള്ളൂ.